നിങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നുണ്ടോ? എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാകുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ളവർ എളുപ്പത്തിൽ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ മാത്രം ഒരേ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. സത്യം എന്താണെന്നറിയാമോ? നിങ്ങൾ അൺലക്കിയല്ല. നിങ്ങൾ മടിയനാണ്. അതെ, കേൾക്കാൻ കഠിനമാണ്, പക്ഷേ സത്യം അതാണ്. മിക്ക ആളുകളും എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പഠിക്കടിക്കാത്ത വിദ്യാർത്ഥി പറയുന്നു, ചോദ്യങ്ങൾ കഠിനമായിരുന്നു. തയ്യാറെടുപ്പില്ലാതെ ഇന്റർവ്യൂവിന് പോകുന്നവൻ പറയുന്നു, എനിക്ക് ഭാഗ്യമില്ല. ഒരിക്കലും പുതിയ കഴിവുകൾ പഠിക്കാത്തവൻ പറയുന്നു, എന്റെ സമയം മോശമാണ്. പക്ഷേ സത്യം വേറെയാണ്. നിങ്ങൾ വിതച്ചിട്ടില്ല. അതുകൊണ്ട് കൊയ്യാനും ഒന്നുമില്ല. നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ദിവസവും ഫോണിൽ മണിക്കൂറുകൾ കളയുന്നു. നിങ്ങൾ നല്ല കരിയർ ആഗ്രഹിക്കുന്നു. പക്ഷേ പുതിയ സ്കിൽസ് പഠിക്കാൻ മടിക്കുന്നു. നിങ്ങൾ ആത്മവിശ്വാസം ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കംഫോർട്ട് സോൺ വിടാൻ തയ്യാറല്ല. പിന്നെ പരാജയപ്പെട്ടാൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നു. ഇത് ഭാഗ്യയ്ക്ക് കുറവല്ല, ഇത് ഡിസിപ്ലിന്റെ കുറവാണ്. ചില ആളുകൾ ലക്കിയായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ കൂടുതൽ ശ്രമിക്കുന്നു, കൂടുതൽ ആളുകളെ കാണുന്നു, കൂടുതൽ പഠിക്കുന്നു, കൂടുതൽ തവണ പരാജയപ്പെടുന്നു. പക്ഷേ അവർ നിർത്തുന്നില്ല. ഒരു വാതിൽ അടഞ്ഞാൽ അവർ അടുത്ത വാതിൽ തട്ടും. അടുത്തതും അടഞ്ഞാൽ മറ്റൊന്ന് അന്വേഷിക്കും. അവസാനം ഒരു വാതിൽ തുറക്കും. പുറത്തുനിന്ന് നോക്കുന്നവർ പറയും, എത്ര ഭാഗ്യവാൻ. പക്ഷേ അവർ കണ്ടിട്ടില്ല അവൻ തട്ടിയ 100 വാതിലുകൾ. ലക്ക് എന്നത് എന്താണെന്നറിയാമോ? പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി. തയ്യാറെടുപ്പും അവസരവും കൂടിച്ചേരുന്ന നിമിഷം. നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അവസരം മുന്നിൽ വന്നാലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത്, എനിക്ക് ഭാഗ്യമില്ല. ഈ ലോകം ആരെയും കരുണ കൊണ്ട് വിജയിപ്പിക്കില്ല. നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകില്ല. പ്രവർത്തിക്കണം. ദിവസവും, മനസ്സില്ലാത്ത ദിവസങ്ങളിലും, ക്ഷീണമായ ദിവസങ്ങളിലും, ഫലം കാണാത്ത ദിവസങ്ങളിലും. കാരണം കൺസിസ്റ്റൻസി ഇല്ലാതെ സക്സസ് ഉണ്ടാകില്ല. ഒരുപാട് പേർ ജീവിതം മുഴുവൻ കാത്തിരിക്കുന്നു, ശരിയായ സമയം വരാൻ, ശരിയായ ആളുകൾ വരാൻ, ശരിയായ അവസരം ലഭിക്കാൻ. പക്ഷേ വിജയിക്കുന്നവർ കാത്തിരിക്കില്ല. അവർ തയ്യാറാകും, അവർ പ്രവർത്തിക്കും, അവർ അവസരം സൃഷ്ടിക്കും. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. പരാജയം നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളെ ശക്തനാക്കാൻ വന്നതാണ്. ഓരോ റിജക്ഷനും ഒരു ലെസനാണ്. ഓരോ സെറ്റ്ബാക്കും ഒരു പ്രിപ്പറേഷനാണ്. നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് എല്ലാം നിർണ്ണയിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കും. ഇന്ന് നിങ്ങൾ ബാഡ് ലക്ക് എന്ന് വിളിക്കുന്ന ഈ കാലഘട്ടം നിങ്ങളെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരുന്നു എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഇനി ഒരിക്കലും പറയരുത്, എനിക്ക് ഭാഗ്യമില്ല. പകരം പറയൂ, ഞാൻ ഇനിയും തയ്യാറാകുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിർത്തില്ല. കാരണം വിജയിക്കുന്നത് ലക്കി ആളുകളല്ല, വീണ്ടും വീണ്ടും വീണാലും വീണ്ടും എഴുന്നേൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ അൺലക്കിയല്ല, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭാഗ്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ക് isn't found, it's built. ഭാഗ്യം കിട്ടുന്നതല്ല, സൃഷ്ടിക്കുന്നതാണ്.